പിതാവേ, ഈ ആലയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നമ്മുടെ കാലം പല സന്ദർഭങ്ങളിലും യാത്രകളിലും ഒക്കെയായിരുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഞങ്ങളുടെ യാത്രകളെല്ലാം കൂടെ ഇരുന്ന സുഖത്തോടെ ക്ഷേമത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേർന്ന ശേഷം വീണ്ടും കർത്താവെ അവിടുത്തെ ആലയത്തിൽ കടന്നു വന്ന ഈ രണ്ടാമത്തെ കർത്താവെ കൺവെൻഷൻ യോഗത്തിന്റെ ദിനത്തിൽ അവിടുത്തെ സന്നിധിയിൽ വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം ശ്രമിപ്പാനും തന്നിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അതിഭയങ്കരമായ ഒരു ലോകത്തിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ തകർന്നും തളർന്നും ക്ഷീണിച്ചും മടുത്തും ഒക്കെ ആയിരിക്കുമ്പോൾ അവിടുത്തെ പാദപീഠത്തിൽ വന്ന ജീവനും ചൈതന്യമുള്ള വചനം കേൾക്കുവാൻ ഒരവസരം തന്ന മഹാദേവോർത്ത് സ്തോത്രം സ്തോത്രം. ഈ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിനായി നന്ദി പിതാവേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഈ കൺവെൻഷൻ യോഗത്തിന്റെ രണ്ടാം ദിവസത്തിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഇതിനായിട്ട് ഒരു അവസരം തന്ന ബഹുമാനമുള്ള അച്ഛനോടും കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ രാത്രികാലം അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നലെ കേട്ടത് ആത്മരക്ഷ ദേഹരക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആത്മരക്ഷ എന്താണ്? ദേഹരക്ഷ. ആത്മരക്ഷയാണോ പ്രയോജനമുള്ളത്, ദേഹരക്ഷയാണോ പ്രയോജനമുള്ളത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയെല്ലാം നമ്മുടെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമായി ഇരിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ നിത്യജീവന ഉടമകളായി നാം ഓരോരുത്തരും തീരണം. അതുമാത്രമാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞ രാത്രി കർത്തദാസനിലൂടെ കേൾക്കുവാനിടയായി. നമ്മുടെ ശരീരം നശിച്ചു പോകും. നാം ഈ ലോകത്ത് പ്രാപിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒരു ദിവസം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആത്മാവിന് മരണമില്ല. നിത്യജീവനെ നാം പ്രാപിക്കണമെന്ന് ദൈവജനത്തിലൂടെ കേൾക്കുവാനിടയായി. ആത്മാവ്, ദേഹി, മനസ്സ്, മനസ്സാക്ഷി, ശരീരം എന്നിവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം കഴിഞ്ഞ രാത്രി ഇടവരുത്തി. മനസ്സാക്ഷി അത് ഹൃദയമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വ്യക്തമായിട്ട് നമുക്ക് കഴിഞ്ഞ രാത്രി വെളിപ്പെട്ടു വന്നു. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന നിത്യജീവനിലേക്കുള്ള ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിപ്പീനെന്ന് തിരുവചനം വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി. അതെ, നിത്യജീവൻ പ്രാപിക്കുക. ഒരു സപ്പോസനം പറയുന്നു, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതെ, കഴിഞ്ഞ രാത്രി വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനിടയായി. ഈ രാത്രി കേൾക്കുവാൻ പോകുന്ന വചനം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് യേശു കർത്താവ് പറയുവാനിടയായി. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കണം. എങ്ങനെ? മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്തുകൊണ്ട്? അതെ, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വചനം വ്യക്തമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നാം വിചാരിക്കുന്നത് പോലെ ഒരു
നിസ്സാരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം വ്യക്തമായിട്ട് വചനം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നാം വ്യക്തമായി അറിയണം. ഈ കാലത്തെക്കുറിച്ച് വ്യക്തമായി ഞാനും നിങ്ങളും അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതേ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. മാനസാന്തരം ഇല്ലായ്കയാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നും തിരുവചനം പറയുന്നു. ഈ രാത്രികാലം നമുക്കൊരു മാനസാന്തരം അനുഭവമുണ്ടോ? നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? ഓരോ വ്യക്തികളും ഹൃദയത്തിൽ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നാം ജനിച്ചത് മുതൽ പള്ളിയിൽ വരുന്നു, നാം ആരാധനയെ സംബന്ധിക്കുന്നു, ദൈവനാമ മഹത്വത്തിനായി കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമുക്കൊരു മാനസാന്തരമുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ രക്ഷിക്കപ്പെട്ടത് CSIക്കാർക്കുള്ളതാണോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരം ഓരോ വ്യക്തിക്കും ആവശ്യമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അതേ കർത്താവിന്റെ വരവിന് മുമ്പേ അനേക സംഭവങ്ങൾ ലോകത്ത് സംഭവിക്കും. ഓരോ രാജ്യങ്ങളിലും ദേശങ്ങളിലും സംഭവിക്കുമെന്ന് വ്യക്തമായി തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഒക്കെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോരാടും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഭയങ്കരമായ കാഴ്ചകളും പകർച്ചവ്യാധികളും തീരാവ്യാധികളും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരും. അതെ, പിന്നെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. നിരവധി സംഭവങ്ങൾ, മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്ത, മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത, മനുഷ്യൻ ഭയപ്പെട്ട് വിറയ്ക്കുന്ന സംഭവങ്ങൾ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. എല്ലാ രാജ്യങ്ങളും ഉണ്ടാകുമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ നാം ഈ നാളുകളിൽ അധികം ഭയത്തോടും വിറയലോടുകൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ച് യഥാർത്ഥ മാനസാന്തരമുള്ളവരായി ആ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ആനന്ദിക്കേണ്ട ഒരു കാലഘട്ടം. ഹല്ലേലൂയ. കാരണം കർത്താവ് പറയുന്നു, കർത്താവിന്റെ വരവിന് മുമ്പെയാണ് ഇതെല്ലാം സംഭവിക്കുമെന്ന്. അപ്പോസ്തലപ്രവൃത്തി പറയുന്നു, രക്തവും തീയും പുകയാവിയും ഇത് അന്ത്യകാല ലക്ഷണമെന്ന് തിരുവചനം പറയുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തീ കത്തുന്നു, പുകയുണ്ടാകുന്നു. ഹോസ്പിറ്റലുകളിൽ ICU യൂണിറ്റിൽ തീ ഉണ്ടാകുന്നു, പുകയുണ്ടാകുന്നു, അനേകർ മരിക്കുന്നു. അതെ, കൊള്ളകളും കൊലപാതകങ്ങളും അക്രമങ്ങളും അതെ അനേകരെ വെട്ടിക്കൊല്ലുന്നു. രക്തച്ചൊരിച്ചിലുകൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, പകർച്ചവ്യാധികൾ, തീരാവ്യാധികൾ ഒക്കെ സംഭവിക്കും കർത്താവിന്റെ വരവിന് മുമ്പേ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. അതെ, കഴിഞ്ഞ 2 വർഷക്കാലം നാം വ്യക്തമായി മനസ്സിലാക്കി, ഇതുവരെയും ഉണ്ടാകാത്ത ഒരു കൊറോണ, COVID-19, ലോകത്തെ മുഴുവൻ പിടിച്ചടക്കിയ COVID-19, അതെ, ഒരു മനുഷ്യന് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വണ്ണം, ആർക്കും പ്രശംസിക്കുവാൻ കഴിയാതെ വണ്ണം, അതെ, വല്ലാത്ത ഒരു രോഗം, ഒരു ബാധ ലോകം മുഴുവനും ദൈവം അയച്ചു. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും ലോകത്ത് സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൊറോണ വന്ന് ലോകത്തെ നടുക്കിയപ്പോൾ, നാം എല്ലാവരും നടുങ്ങിയപ്പോൾ, ഒരു മനുഷ്യനും അനങ്ങുവാൻ കഴിയാതെ വണ്ണം, ഇരിക്കുന്ന ഇടത്തു നിന്നും അനങ്ങുവാൻ കഴിയാതെ വണ്ണം ഈ പ്രതികൂലം നമ്മെ വന്ന് തകർത്തപ്പോൾ, ഹല്ലേലൂയ, നാം മനസ്സാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് അടുക്കേണ്ട ഒരു സമയമാണെന്ന് വ്യക്തമായി അറിയണം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും
വിശുദ്ധിയോടുകൂടെ മുന്നേറുമ്പോൾ, കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ അവന്റെ കാഹള ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവിനായി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവിന്റെ ആ ശബ്ദം, ആ മധ്യാകാശത്ത് നമ്മുടെ മണവാളനാകുന്ന ക്രിസ്തു വരുമ്പോൾ ആ ശബ്ദം, കാഹള ശബ്ദം കേട്ടാൽ അവനോടൊപ്പം നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. 10 കന്യകമാർ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരുന്നു. 5 പേർ അതെ വളരെയധികം വളരെ ദാഹത്തോടുകൂടെ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവര് കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. മണവാളൻ വരുവാൻ താമസമായല്ലോ, ഇനി ഒരു പക്ഷേ ഇനി വരികയില്ലായിരിക്കാം, ഇല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ ലേറ്റാകുമായിരിക്കാം, അല്പസമയം നമുക്കൊന്ന് മയങ്ങാമെന്ന് പറഞ്ഞ് അവർ ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ വിളക്കിൽ എണ്ണയൊഴിച്ച് അത് കത്തിച്ച് ആ കത്തിക്കുന്ന ദീപവുമായിട്ട് അതേ മണവാളനെ എതിരേൽക്കാൻ അവർ വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ദാഹത്തോടുകൂടെ അവർ ഇരുന്നു. തിരുവചനം പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, ദാഹിക്കുന്നു എന്ന് സംഗീതക്കാരൻ പറയുന്നു. അതെ, മണവാളനാണ് ക്രിസ്തു വരാറായി. അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ട സമയം, നാം ഓരോ സെക്കൻഡും നാം ഒരുങ്ങിയിരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ആയി പോകരുത്. പന്നി എന്ന ഒരു മൃഗമുണ്ടല്ലോ, ആ പന്നിയുടെ സ്വഭാവം അവനെപ്പോഴും താഴേക്ക് നോക്കി നോക്കി നടക്കും. അവന് മുകളിലേക്ക് നോക്കുന്നില്ല, അവൻ താഴേക്ക് നോക്കുന്നു. തിരുവചനത്തിൽ കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മാത്രമല്ല, നിങ്ങൾ നിത്യജീവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. നാം ഭൂമിയിൽ ജീവിക്കുന്നു, ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഈ ലോക കാര്യങ്ങളെല്ലാം നാം നടത്തുമ്പോൾ, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിന്റെ 1-ാം സ്ഥാനം ദൈവരാജ്യം വരാറായി. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടാൽ നിത്യരാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരണം. ആ നിത്യജീവന്റെ പുസ്തകത്തിൽ എന്റെ പേർ കാണണം. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ വചനപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നേറണമെന്ന് തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ നോട്ടങ്ങളില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ സംസാരങ്ങളില്, നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മുടെ കൊടുക്കുവാങ്ങലുകളില്, നമ്മുടെ ഇടപെടലുകളിലെല്ലാം ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നത് തിരുവചനത്തിൽ അത് ശക്തമായ ഒരു ദൂതാണ്. അത് നമുക്ക് ആവശ്യമുള്ളത്. ഓരോ മനുഷ്യനും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി യേശു കർത്താവ് പറയുകയാണ്, ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനേകം ഈ ഇടുക്കുവാതിലൂടെ കടപ്പാൻ നോക്കും. നമുക്ക് ഇടുക്കമുള്ള വാതിൽ നമുക്ക് ഇഷ്ടമില്ല, കാരണം അത് വളരെ പ്രയാസമാണ്. തിരുവചനം പറയുന്നു, ഇടുക്കുവാതിലൂടെ കടന്ന് വേണം നമുക്ക് നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ. നാം അനേകം ഘട്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ധനവാൻ ഒട്ടകസൂചിയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരുവന് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുക. ഒട്ടകത്തിന് സൂചിപ്പുഴയിലൂടെ കടക്കുവാൻ കഴിയുമോ? അതുപോലെ വളരെ പ്രയാസപ്പെട്ട് വളരെ ഞെരുക്കവും ഇടുക്കവും ഉള്ള ഒരു പാതയിലൂടെ, ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇടുക്കമുള്ള വാതിൽ അത് വളരെ പ്രയാസമാണ്. അത് വിശാലമായ വാതിൽ നമുക്ക് ഇഷ്ടമാണ്.
ഇപ്പോൾ തന്നെ റോഡെല്ലാം വിശാലമായപ്പോൾ വളരെ സന്തോഷമാണ്. നമുക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. വളരെ സ്പീഡിലും ഏത് വഴിയിലൂടെ ഏത് സ്ഥലത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാം. പക്ഷേ ഇടുക്കുവാതിലൂടെ ആകുമ്പോൾ നമുക്ക് വളരെ ഞെരുങ്ങി, വളരെ പതുക്കെ, സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് മാത്രമേ, കഷ്ടപ്പെട്ട് മാത്രമേ ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. വിശാലമായ വാതിൽ വന്നപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്? അപകടങ്ങൾ ധാരാളമായി, അനേകം മരണപ്പെടുവാനിടയായി. ഇടുക്കുവാതിൽ നാശത്തിലേക്ക് ചെന്ന് എത്തുമെന്ന് തിരുവചനം പറയുന്നു. വിശാലവാതിൽ അത് നാശത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തിരുവചനം പറയുന്നു. വിശാലമായ വഴിയിലൂടെ നാം നാശത്തിൽ ചെന്ന് അധപ്പതിക്കും. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കടന്നാൽ നാം എത്തേണ്ട നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമെന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അതെ, കർത്താവ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല എങ്കിൽ, ആ കർത്താവിന്റെ വരവിന് നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയില്ല എങ്കിൽ പിന്നെ നമുക്ക് പ്രവേശനമില്ല, വാതിലടക്കി. നമുക്കറിയാം, നോഹ അപ്പൂപ്പൻ നോഹ ഒരു പെട്ടകം പണിതു. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ ഒരു പെട്ടകം പണിതു. നോഹ മാനസാന്തര പ്രസംഗിയായിരുന്നു. നോഹ പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെട്ടില്ല, ആരും മാനസാന്തരപ്പെട്ടില്ല. ഇത് കണ്ടിട്ട് യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം പണിയുക, നീയും നിന്റെ കുടുംബവും അതിനകത്ത് പ്രവേശിക്കണം. എന്നിട്ട് എല്ലാ ഇഴജാതിയിൽ നിന്നും, എല്ലാ പറവജാതിയിൽ നിന്നും, എല്ലാ ജന്തുക്കളിൽ നിന്നും, മൃഗങ്ങളിൽ നിന്നും ഒക്കെ ഈരണ്ടായി ആണിനെ പെണ്ണിനെ ഈ പെട്ടകത്തിലേക്ക് നീ കടത്തണം. എന്നിട്ട് ഞാനൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നോഹയോട് പറഞ്ഞു. നോഹ പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യനും മാനസാന്തരപ്പെട്ടില്ല. നോഹ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ വാക്ക് ജനം വിശ്വസിച്ചില്ല. നോഹ പെട്ടകമുണ്ടാക്കിയപ്പോൾ അനേകർ പരിഹസിച്ചു കാണും. അനേകർ ഈ മനുഷ്യൻ, അയ്യോ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ എന്തെങ്കിലും വട്ടായിരിക്കാം, ഭ്രാന്തായിരിക്കാം, അയ്യോ ഇവൻ എന്തിനു വേണ്ടി ഈ പെട്ടകം ഉണ്ടാക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് പേര് പരിഹസിച്ചു. ആരും പെട്ടകത്തിൽ കയറുവാൻ ഇടയായില്ല. നോഹയും നോഹയുടെ ഭാര്യയും തന്റെ മക്കളാകുന്ന ശേം, ഹാം, യാഫെത്ത്, 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ നോഹ ഭാര്യ, 3 ആൺമക്കൾ, 3 പെൺമക്കൾ, ആകെ 8 പേർ. ആകെ 8 പേർ എന്ന് വ്യക്തമായി പറയുന്നു. 8 പേർ ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. വെള്ളം പൊങ്ങി എല്ലാ ഇഴജാതികളും, എല്ലാ ജന്തുക്കളും, എല്ലാ പറവജാതികളും എല്ലാം ഈരണ്ട് വീതം നോഹ പറഞ്ഞതനുസരിച്ച് വന്ന് പെട്ടകത്തിൽ കയറി. ബാക്കി ആരും കയറുവാൻ ഇടയായില്ല. അതേ, വെള്ളം പൊങ്ങി മൊത്തം ജനം എല്ലാം നശിക്കുവാൻ ഇടയായി. ഇതുപോലെ കർത്താവ് ഈ രാത്രികാലം നമ്മോട് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അതേ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അതെ, നാം ചിന്തിക്കാതിരുന്നപ്പോഴാണ് ഈ COVID-19 പെട്ടെന്ന് കൊറോണ വന്ന് ലോകത്തെ മുഴുവനും ഒരു വിധത്തിൽ പറഞ്ഞാൽ മുടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, മുടിച്ചു കളഞ്ഞു. അതെ, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഒരു കൂരിരുട്ടുണ്ടായി. പുറപ്പാട് പുസ്തകത്തിൽ പറയാണ്, മിസ്രൈം ദേശത്ത് ഒരു കൂരിരുട്ടുണ്ടായി. ഈ കൂരിരുട്ടുണ്ടായപ്പോൾ ഒരു മിസ്രൈമിനും ഇരുന്ന ഇടത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുവാൻ കഴിഞ്ഞില്ല. കഠിനമായ അതെ വളരെ വെയിറ്റുള്ള ഒരു കൂരിരുട്ടാണ് മിസ്രൈമിൽ ഉണ്ടായത്. 3 ദിവസത്തെ കൂരിരുട്ടിൽ ഒരുവനും ഇരുന്നിടത്തു നിന്നും അവിടെയോട്ടോ ഇങ്ങോട്ടോ അനങ്ങുവാൻ കഴിയില്ല. ഇതുപോലെയാണ് ഇപ്പോൾ ഈ കൊറോണ വന്ന മനുഷ്യനെ ദൈവം തകർത്ത് കളഞ്ഞത്. ഹല്ലേലൂയ. എന്നായാലും ഈ നാളുകളിൽ ദൈവം ഒരല്പം ആശ്വാസം തന്നിരിക്കുന്നു. വീണ്ടും എപ്പോഴാണ് ഈ വാതിൽ അടയാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളും അറിയുന്നില്ല. ഓടിക്കൂടി ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം കേൾക്കുവാനും സൺഡേ സ്കൂൾ, VBS, യൂത്ത്, അതായത് സ്ത്രീജന സഖ്യം, കൊയർ എല്ലാത്തിലും അംഗങ്ങളായി ദൈവത്തെ പാടി സ്തുതിച്ച് ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി രക്ഷയുടെ സന്തോഷത്താൽ ഹല്ലേലൂയ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറിക്കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ള ജീവിതം നയിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളും മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ദേശവാസികൾ എല്ലാവരും ഈ രക്ഷകന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഓമനപുത്രനെ തകർത്ത് കളഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. മനുഷ്യനെ രക്ഷിക്കുവാനായി തന്റെ ഓമനപുത്രനെ പിതാവായ ദൈവം തകർത്ത് കളഞ്ഞു. അവനെ തകർത്ത് കളയാൻ ഇഷ്ടമായി എന്ന് തിരുവചനം പറയുന്നു. അതേ മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ. കാരണം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. നാം എല്ലാവരും നിത്യരാജ്യത്തിൽ എത്തിച്ചേരണം. ഇപ്പോൾ ഈ വാതില് നോഹ അടച്ചപ്പോൾ അനേകം വന്ന് തട്ടിക്കാണും. നോഹ അപ്പൂപ്പ, നോഹ അങ്കിളെ, നോഹ അണ്ണ, എനിക്കൊന്ന് തുറന്നു തരണം, എന്നെ കൂടെ രക്ഷിക്കുന്ന. വാതിലടച്ചത് നോഹയല്ല, യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്ന് തിരുവചനം പറയുന്നു. അതെ, വാതിൽ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. വാതിലടയേണ്ട സമയമായിരിക്കുന്നു. വാതിലടയ്ക്കുന്നതിന് മുമ്പേ ഓടി അതേ കർത്താവിന്റെ പെട്ടകത്തിലേക്ക് ഓടി അണയുവാനായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വാതിലടച്ചപ്പോൾ ചിലർ വന്ന് പറയാണ്, കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് പറയാണ്, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നാം യഥാർത്ഥ രക്ഷയിലേക്ക് വന്ന് നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയില്ല എങ്കിൽ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ നിങ്ങളുടെ പേർ ഇല്ല എങ്കിൽ ആ നിത്യരാജ്യത്തിൽ പോകാൻ കഴിയയില്ല. മാത്രമല്ല, നാം നോക്കുമ്പോൾ നാം ചിന്തിക്കാത്ത അനേക ഭക്തന്മാര്, അനേക അനുഗ്രഹിക്കപ്പെട്ടവര് ദൈവരാജ്യത്തിലിരുന്ന് ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നത് കാണുമ്പോൾ നാം ദുഃഖിക്കും. അപ്പോഴാണ് കരച്ചിലും പല്ലുകടിയും കണ്ണുനീരും. നാം ഇങ്ങനെ കല്ലുകൾ കടിക്കും. അയ്യോ, ഈ രക്ഷയുടെ ദൂത് ഞാൻ കേട്ടല്ലോ, എത്രയോ ദിവസം ആരാധനകളിൽ പോയല്ലോ, തിരുവചനം വായിച്ചല്ലോ, രക്ഷിക്കപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ട് രക്ഷിക്കപ്പെട്ടില്ലല്ലോ, എൻ്റെ ഹൃദയത്തെ ദൈവത്തിനായി ഞാൻ സമർപ്പിച്ചില്ലല്ലോ, ഒരു മാനസാന്തരം എനിക്കുണ്ടായില്ലല്ലോ എന്നോർത്ത് നാം കരയുകയും പല്ലുകടിക്കുകയുമെന്ന് യേശു കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവർ ആ കർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നിന്നോടൊപ്പം തിന്നും കുടിച്ചും നിന്നോടൊപ്പം പഠിച്ചും നിന്നോടൊപ്പം നടന്നവരുമാണ്, നിനക്ക് ഞങ്ങളെ ഓർമ്മയില്ലയോ എന്ന് എനിക്കും പറയുവാൻ കഴിയും. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചതാണ്, ആലയത്തിൽ ഞാൻ പ്രസംഗിച്ചതാണ്, അഥവാ ഞാൻ സൺഡേ സ്കൂൾ അംഗമാണ്, ഞാൻ ആലയത്തിൽ ഉണ്ടായിരുന്നു, ദൈവനാമത്തിന് കൊടുത്തു, എല്ലാ ആരാധനകളിൽ പങ്കുകൊണ്ടു, ഞാൻ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് കർത്താവേ ഞാനിവിടെ എത്തിയില്ല? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ജീവിതത്തിൽ മാനസാന്തരം വളരെ ശക്തമായതാണ്, അത് വളരെ ശക്തിയുള്ളതാണ്, അത് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണെന്ന് വ്യക്തമായി രാത്രികാലം അറിയണം. കരച്ചിലിന്റെയും പല്ലുകടിയുടെയും അവസ്ഥ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. ഈ തിരുവചനം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നിത്യജീവങ്കലേക്കുള്ള വഴി, നിത്യജീവങ്കലേക്കുള്ള ഒരു വഴിയാണ് ഈ ബൈബിൾ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വഴി അറിയാമെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ഒരു അസ്വസ്ഥത ഉണ്ടായി. കാരണം തെറ്റിപ്പോകുമോ എന്നൊരു ഭയം. അപ്പോൾ പെട്ടെന്ന് കാറിൽ വന്നപ്പോൾ ഒരു വ്യക്തി ഗൂഗിൾ മാപ്പ് വന്നിട്ടു. അപ്പോൾ ആ ഫോണിൽ കൂടെ പറയാണ് ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ് ഇങ്ങനെ പറയുകയാണ്. ചർച്ചെത്താറാകുമ്പോൾ പറയണം ഇനി 1 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾക്ക് ആശ്വാസമായി. അതൊരു വഴികാട്ടിയായിരുന്നു. നമ്മുടെ വഴികാട്ടി ഈ ബൈബിളാണെന്ന് വ്യക്തമായി അറിയണം. ഇതിനകത്തിരിക്കുന്ന ഓരോ വാക്യങ്ങളും വായിച്ച് നിത്യജീവനിലേക്ക് പോകുവാനായിട്ട് നാം ഒരുങ്ങുക. നമുക്ക് വഴികാട്ടി, നമ്മുടെ വഴികാട്ടിയാണ് തിരുവചനമെന്ന് വ്യക്തമായി അറിയണം. ഈ തിരുവചനം നാം വാങ്ങി ഭക്ഷിക്കണം. യിരെമ്യാവ് പറയുന്നു, നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഈ ബൈബിൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഈ ബൈബിൾ എപ്പോഴും നമുക്ക് മാറോട് ചേർത്ത് നമുക്ക്
വായിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. നമുക്ക് വായിക്കുവാൻ അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മെ നിത്യതയിലേക്കോ നന്മയിലേക്കോ കൊണ്ടുപോവുകയില്ല. പക്ഷേ ഈ തിരുവചനം വായിച്ചാൽ നമുക്കത് അനുഗ്രഹമായിരിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സുബോധം വരുത്തുന്ന ഈ വചനങ്ങൾ ഈ നാളുകളിൽ വായിക്കണമേ എന്ന് വ്യക്തമായിട്ട് ദൈവാത്മാവ് ഈ രാത്രികാലം ദൂത് പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ പള്ളി അല്ല സഭ, കർത്താവിന്റെ സഭ. ഒരു മണവാട്ടി സഭ എന്നൊരു സഭയുണ്ട്. ഈ മണവാട്ടി സഭയിലെ അംഗങ്ങളായി തീരുവാനായിട്ടാണ് ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ആലയങ്ങളിലും എല്ലാ പള്ളികളിലും കൂട്ടായ്മകളിലും ഈ മണവാട്ടി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സഭ. ഈ സഭയിലെ അംഗങ്ങളായി രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം വായിച്ച് വിശുദ്ധിയിലേക്ക് വളർന്ന് ദൈവ ഇഷ്ടപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിച്ച് അതെ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം ഇങ്ങനെ എല്ലാ സഭകളിലുമുണ്ട്. ആരും അറിയുന്നില്ല തമ്മിൽ. അവർക്ക് കർത്താവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടായിരിക്കും. കർത്താവ് അവരെ അറിയുന്നു. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരു നാളും അറിയുന്നില്ല. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുകയെന്ന് അന്നാളിൽ തീർത്തു പറയുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി കർത്താവിന്റെ സഭയോടെ ചേർത്തുകൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ പുനലാൽ സഭയിലെ അംഗങ്ങളാണ്. പക്ഷെ ഈ സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ കർത്താവിനൊരു സഭയുണ്ട്. ഈ സഭയിലെ അംഗങ്ങളായി തീരുവാൻ നാം ആഗ്രഹിക്കുക, അതിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതെ 1-ാം അധ്യായം 18-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ഹല്ലേലൂയ സ്തോത്രം ആകുന്നു എന്ന്. അപ്പോൾ ഈ കർത്താവിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് അത് ദോഷത്വമാണ്. ഇത് മനസ്സിലാകത്തില്ല, ഇത് വിശ്വസിക്കാൻ ഇഷ്ടം കാണത്തില്ല, ഈ വചനം കേൾക്കുവാൻ ആഗ്രഹം തോന്നത്തില്ല, ബോറിംഗ്. ഇതെന്തിന്, ഈ വചനം എന്തിന് എന്ന് ചിന്തിക്കും. ഇത് നിത്യജീവന്റെ വചനം, നിത്യജീവന്റെ മൊഴികളാണ് ഇതിനകത്ത്. ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, 70 ശിഷ്യന്മാർ യേശു കർത്താവിനെ വിട്ടുപോയി. അപ്പോൾ 12 പേരോട് യേശു കർത്താവ് പറയാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. കർത്താവ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് നമ്മെ. അവരിങ്ങനെ നമ്മെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. തിരുവചനം തന്നിരിക്കുന്നു, കൂട്ടായ്മകൾ തന്നിരിക്കുന്നു, ആലയം തന്നിരിക്കുന്നു, അതേ നമുക്ക് നേതൃത്വം നൽകുവാൻ ദൈവഭക്തന്മാരെ തന്നിരിക്കുന്നു. യഥാർത്ഥ അഭിഷിക്തന്മാർ അവിടെ ഉണ്ട്, യഥാർത്ഥ ദൈവഭക്തന്മാർ അവിടെ ഉണ്ട്. ഇതെല്ലാം തന്നിരിക്കുന്നു. നിങ്ങളെ കേട്ട് അനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് എൻ്റെ രാജ്യത്തിലേക്ക് വരികയെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മെ നിർബന്ധിക്കുന്നില്ല. ഇവിടെ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. വചനം കേൾക്കുമ്പോൾ അത് ശക്തിയാണ്. നാം വചനം കേൾക്കുമ്പോൾ സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ട് ആലയത്തിലിരിക്കണം. നാം ഉറക്കം തൂങ്ങി കോട്ടുവായും വിട്ട് അങ്ങനെ അലക്ഷ്യമായിട്ടല്ല ദൈവസ്ഥാനത്തിൽ ഇരിക്കേണ്ടത്. ഒരു ബോൾ എറിയുമ്പോൾ അത് പിടിക്കുവാനായിട്ട് അപ്പുറത്തൊരു വ്യക്തി നിൽക്കുമ്പോൾ ആ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് ബോൾ പിടിക്കാനിരിക്കുന്നത് പോലെ കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് അത് പിടിച്ചെടുക്കുവാനായിട്ട് ഹല്ലേലൂയ ആ ദാഹത്തോടും വാഞ്ചയോടും കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ അസൂയയും എല്ലാ നുണയും എല്ലാ വ്യാജഭാവവും നീക്കിക്കളഞ്ഞ് എല്ലാ ദുഷ്ട സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലെ കോപം, ക്രോധം, ശാഠ്യം, ദുർപക്ഷം എല്ലാ ദോഷ സ്വഭാവങ്ങളും നീക്കിക്കളഞ്ഞ് അസൂയ, പിണക്കം, ആഭിചാരം എല്ലാ സ്വഭാവങ്ങളും ജീവിതത്തിൽ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞ് വളരെ നിർമ്മല ഹൃദയമുള്ളതായിരിക്കും, ശുദ്ധ ഹൃദയമുള്ളതായിരിക്കും. ഒന്നും അറിയത്തില്ല, കരയുവാനും പാല് കുടിക്കുവാനും മാത്രമേ ആ കുഞ്ഞിനെ അറിയത്തുള്ളൂ.
പ്രതിസന്ധിയിലായിരിക്കാമെങ്കിൽ വാസ്തവമായിട്ട് നമുക്ക് ദൈവസന്നിധി എടുക്കപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതെ അതെ, വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അതെ രക്ഷയ്ക്കായി വളരുവാൻ വഞ്ചിപ്പി. അപ്പോൾ വചനം മായമില്ലാത്ത പാലാണ്. പാല് കുടിക്കുമ്പോൾ നമുക്ക് പുഷ്ടിയുണ്ട്, നമുക്ക് ആരോഗ്യം വരും, നല്ല പ്രോട്ടീനാണ് പാല്. ഇവിടെ പറയുന്നത് വചനം പാലാണെന്ന്. ഹല്ലേലൂയ. പാല് കുടിച്ചാൽ കുറച്ചൊക്കെ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കും, പിന്നെ അതെല്ലാം പുറത്തു പോകും, നമ്മുടെ ശരീരം വീണ്ടും ക്ഷീണിക്കും. പക്ഷേ ഈ വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ നാം ഓരോ ദിവസവും ഓരോ സെക്കൻഡും ശക്തി പ്രാപിച്ച് നാം ബലം പ്രാപിച്ച് നമ്മുടെ വേദനകളെ മറന്ന് നമ്മുടെ നിരാശയുടെ ഗർത്തങ്ങളിൽ നിന്നും നാം പൊങ്ങി വരുവാനിടയാകും. അതേ കട്ടതയെ പാടുവാൻ, നട്ടങ്ങളിൽ കൊണ്ടാടുവാൻ ഹല്ലേലൂയ ഒരു കൃപ ലഭിക്കും. ഭക്തൻ പാടിയതിങ്ങനെയാണ്: കട്ടതയിലും പാടുവാൻ, നട്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾനാഥനേ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ, ശക്തിയരുൾനാഥനേ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ, ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ നിറഞ്ഞു ശോഭിപ്പാൻ. അതെ, കഷ്ടതയിൽ പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുളുക നാഥനെ ഭക്തിയിൽ പൂർണ്ണതയാകുകയെ. അതെ, കഷ്ടതയിൽ നമുക്ക് എങ്ങനെ പാടുവാൻ കഴിയും? കഷ്ടതയിൽ നാം തളർന്നു. കൊറോണ വന്ന് കഷ്ടതയായി പോയി. ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ല, ജോലികൾ നഷ്ടപ്പെട്ട് എല്ലാവരും നിരാശരായി ഭവനങ്ങളിൽ ഒതുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇതിന്റെ നടുവിലും ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ ദൈവത്തെ പാടിയും സ്തുതിച്ചും വചനം വായിച്ചും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്നുമില്ലായ്മയിലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഭക്തൻ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എഴുതിയതാണ്. കഷ്ടതയിൽ പാടണം, പക്ഷേ പാടണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വേണം. എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും? സ്തുതിയും സ്തോത്രവും പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. പാട്ടുകൾ, കർത്താവിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. എല്ലാറ്റിലുപരി ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. വചനം ആഹാരമാണ്. യോബ് പറയുന്നു, നിന്റെ വചനത്തെ എൻ്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനത്തെ ആഹാരത്തിനേക്കാളും വചനത്തിന് യോബ് തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് യോബ് സാക്ഷ്യം പറയുന്നു. യിരെമ്യാവ് പറയുന്നു, നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഈ വചനം നമ്മൾ വാങ്ങി ഭക്ഷിക്കണം. അതായത് ദിനംതോറും ഇത് നമ്മൾ വായിക്കണം. വായിച്ച് ദൈവകൃപയിലായിത്തീരും. നാം ഒരു ഡെവലപ്മെന്റിലിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയർന്നു വരുവാൻ ഇടയാവും. നാം ഭാരങ്ങളിലാണ്, നാം കഷ്ടപ്പാടുകളിലാണ്, ഒരുപക്ഷെ പലതരത്തിലുള്ള രോഗത്തിന് അടിമകളിലാണ്, നാം ദാരിദ്ര്യത്തിലാണ്, നാം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ അതിനൊരു പക്ഷേ ഉയർച്ചകൾ ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷെ തിരുവചനം വായിക്കുമ്പോൾ എല്ലാം ലഭിച്ചതുപോലെ നാം ഏതോ ഒരു വലിയ ഒരു ഉന്നതങ്ങളിൽ എത്തിയതുപോലുള്ള ഒരനുഭവം വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനിടയാകും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നാം കഴിക്കേണ്ട ഭക്ഷണം നാം തന്നെ കഴിക്കണം. വചനം കേട്ടാൽ മാത്രം
അധ്യായം വായിക്കുക. ഉൽപ്പത്തി 1 അധ്യായം, സങ്കീർത്തനം 1, സദൃശ്യവാക്യം 1, മത്തായി 1, വെളിപ്പാട് 1. ഇങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് ഇന്നു മുതൽ ആരംഭിക്കുക. ദിവസം 5 അധ്യായങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ഉത്സാഹവും സന്തോഷവും ലഭിക്കും. സദൃശ്യവാക്യം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നാം എങ്ങനെ ആയിരിക്കണം, നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ നോക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫ്, അത് വ്യക്തമായി സദൃശ്യവാക്യത്തിലൂടെ പറഞ്ഞു തരുന്നു. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം അതെ ഉപേക്ഷിക്കരുത്. അതൊക്കെ നിന്റെ കഴുത്തിന് അലങ്കാരമാലയൊക്കെ അണിയിക്കുക. അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കുക. അതെ, സകലവിധ ദ്രവ്യാഗ്രഹവും വിട്ടു ഓടുക. കോപശീലം, കോപത്തെ നിയന്ത്രിക്കുക. കോപശീലനോട് സഹിത്വം അരുത്. അതെ, കോപപ്രവാഹങ്ങളെ ഒഴുക്കിക്കളക. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ സദൃശ്യവാക്യത്തിൽ വാക്യങ്ങളുണ്ട്. ഇന്ന് കോപം ധരിച്ചിട്ടാണ് അനേകം കുത്തിക്കൊല്ലുന്നത്, വെട്ടിക്കൊല്ലുന്നത്. പകയും പിണക്കവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്തില് വിശാല അലർന്ന സിംഹം പോലെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മെ നേർവഴിയിലേക്ക് നയിക്കും. നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് മാറി വരുവാനിടയാകും. നമുക്ക് യഥാർത്ഥമായി മാനസാന്തരം ഉണ്ടാകുവാനിടയാകും. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 9-10 വാക്യങ്ങളിൽ, റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് വായ്കൊണ്ട് ഏറ്റുപറയണം. കർത്താവെ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ഇന്നുവരെയും യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പറയണം, കർത്താവെ, ഞാൻ അങ്ങയെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഇന്ന് സ്വീകരിക്കുന്നു, ഇപ്പോൾ സ്വീകരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പറയാം, കർത്താവെ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. എന്നിട്ട് പറയണം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു നാം വിശ്വസിക്കണം. മാത്രമല്ല, കർത്താവ് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തളർന്നു പോകാതെ, നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ, നിങ്ങൾ തകർന്നു പോകാതെ, നിങ്ങൾ മടുത്തു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന ആശ്വാസപ്രദനെ നിങ്ങളുടെ മേൽ അയക്കും, പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ വീണ്ടും വരും, ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും വരും തന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ. ഞാനും നിങ്ങളും വിശ്വസിച്ചില്ല എങ്കിലും വിശ്വസിച്ചാലും കർത്താവ് വീണ്ടും വരും. അവനായിട്ടുള്ള മക്കളെ അവൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. തന്റെ മക്കളെ ചേർക്കുവാൻ, ഹല്ലേലൂയ, തന്റെ മക്കളെ ചേർക്കുവാൻ കർത്താവ് വരും. ആ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം ദുരിതത്തിലാണ്. അത് മരിക്കുവാൻ കൊതിച്ചാൽ മരിക്കുവാൻ കഴിയത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളും വ്രണങ്ങളും ഒക്കെ വന്ന് അതേ മനുഷ്യൻ തകരുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. പിന്നെയുള്ള ദിവസങ്ങള്, ദിനങ്ങള്, വർഷങ്ങള് ഭയങ്കരമായിരിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മരിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചെങ്കിൽ മതി എന്ന് ചിന്തിച്ചാൽ മരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ള സമയങ്ങൾ അത് വ്യക്തമായിട്ട് നാം അറിഞ്ഞ് ആ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നാം ഒരുങ്ങണം. നാം പഠിക്കണം, നാം കോളേജിൽ പോകണം, നല്ല ജോലികൾ വാങ്ങണം, നല്ല വീടൊക്കെ വയ്ക്കണം, എല്ലാം ആവശ്യമാണ്. പക്ഷേ നാം ഇതിനകത്ത് കുടുങ്ങി പോകരുത്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കും, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കും, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ എത്തിപ്പിടിപ്പീനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. വീണ്ടും പറയുന്നു, കർത്താവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ, റോമർ 10:11 വാക്യത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും, എവളോരെ കർത്താവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. അനേകം നമ്മെ നോക്കി പരിഹസിക്കുന്നവർ കാണും.
ഇവർക്ക് ഈ അവസ്ഥയുണ്ടായല്ലോ, ഇവരുടെ ജീവിതം നശിച്ചു പോയല്ലോ, ഇവർ ഈ അവസ്ഥയിലായിപ്പോയല്ലോ, ഞങ്ങൾ ഉയർന്നിരിക്കുന്നു എന്നൊക്കെ അനേകർ വീമ്പടിക്കുമ്പോൾ, അനേകർ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെ ലജ്ജിച്ചു പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹല്ലേലൂയ. റോമർ 10:13 പറയുന്നു, റോമർ 10:13 പറയുന്നു, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നാം കർത്താവിനെ വിളിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു വിവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ നാം വിളിക്കും. വിളിക്കാതെ ആരും വരികയില്ല. ഇതുപോലെ കർത്താവിനെ നാം വിളിക്കണം. നാം കർത്താവിനെ വിളിച്ചാൽ അവൻ നമ്മുടെ അരികിലേക്ക് വരും, നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും, നാം രക്ഷിക്കപ്പെടുവാനിടയാകും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായി ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അറിയിച്ചിരുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്കും വേണം. ഇത് വേറെ ചില അംഗങ്ങൾക്കുള്ളതല്ല, സഭാവിശ്വാസികൾക്കുള്ളതല്ല. ഇത് ദൈവത്തിൻ്റെ മക്കൾക്കായിട്ട് ദൈവം നൽകിയതാണ്. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ആത്മാനിറവോടുകൂടെ നാം ജീവിക്കണം. അതെ, അന്ത്യകാലമായിരിക്കാൻ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറണം. പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അതെ, പാപം എന്താണ് പാപം? പാപ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ, പാപത്തിലേക്ക് നാം വീണു പോകുമ്പോൾ ഇത് പാടില്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. ഒരു നീതിബോധം തരും നമുക്ക്. പാപം, നീതി എന്താണ്, ഒരു നീതിബോധം, എങ്ങനെ ജീവിക്കണം, നീതിയോടെ ജീവിക്കുവാനായിട്ട് നമ്മെ നീതിയിലൂടെ ദൈവം നടത്തുവാനിടയാകും. മാത്രമല്ല, ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഒരു നരകമുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്. ഇത് വ്യക്തമായിട്ട് ആ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാനിടയാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ അനീതി കാണത്തില്ല, നമ്മുടെ ജീവിതത്തിൽ അസത്യം കാണത്തില്ല. കള്ളവും ദുഷ്ടപ്രവൃത്തികളും അങ്ങനെയുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അതായത് ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാനിടയാകത്തില്ല. നമുക്കത് വരും. ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരും. കാരണം നാം ജഡത്തിലാണ് ജീവിക്കുന്നത്. പൗലോസ് പറയുന്നു, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാനും വകയുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാനും വകയുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങള്, ജഡത്തിന്റെ ചിന്തകള്, ജഡത്തിന്റെ ഇച്ഛകള് നമ്മെ പിടിച്ചു വലിക്കും. പക്ഷെ ഇതിനെ നിയന്ത്രിച്ച്, ഇതല്ല വഴി, ഈ വഴിയെ നീ മാറിപ്പോ, ഈ വഴിയെ നീ നടക്കുക, ഇതാകുന്നു വഴി എന്ന് പറഞ്ഞ് വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തുന്നൊരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഞാൻ എൻ്റെ യൗവനകാലത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. രണ്ടുപേരും ഹെഡ് മാസ്റ്റർ മിസ്സസ് ഒക്കെ ആയി. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ രക്ഷിക്കപ്പെടുവാനിടയായി. അതായത് LMS കോമ്പൗണ്ടിലുള്ള ആ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അവിടെ പഠിക്കുമ്പോൾ LMS കോമ്പൗണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്ന് 2 കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 5, 6, 7 ക്ലാസ്സുകളുള്ള 2 കെട്ടിടങ്ങൾ. ബാക്കി ആ ക്യാമ്പസ് ഇങ്ങനെ വിശാലമായിട്ട് കിടന്നു. അവിടെ കൂടെ കൺവെൻഷൻ യോഗങ്ങൾ നടക്കും. അത് അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ യോഗങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും ഒക്കെ വരുന്ന
കർത്തൃദാസന്മാർ സായിപ്പുമാരാണെന്ന് പ്രസംഗിക്കുന്നത്. ഇവർ മനോഹരമായ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കും. ഇന്നത്തെ പ്രസംഗങ്ങളല്ല, അവർ വചനം ശക്തമായി പ്രസംഗിക്കും. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അവർ ആൾട്ടർ കാൾ കൊടുക്കും. അവർ പറയും, അതെ, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവർ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരിക എന്ന്. ഞങ്ങളുടെ അമ്മ സ്കൂള് കഴിഞ്ഞിട്ട് 3:30 മണിക്ക് സ്കൂൾ വിടും. 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ ഒരു വടയൊക്കെ വാങ്ങി തന്നിട്ട് ഈ ക്യാമ്പസിൽ തന്നെ ഇരുത്തിയിരിക്കും. അവിടെ തന്നെ ഇരുത്തി ഈ കൺവെൻഷൻ യോഗവും കഴിഞ്ഞ് 9:30 മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ രക്ഷിക്കപ്പെടുക, ഈ മാനസാന്തരപ്പെടുക, അതൊക്കെ വ്യക്തമായിട്ട് അറിയുവാനും ആ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി. പിന്നെ യൗവനകാലത്ത് വീണ്ടും കർത്താവിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിപ്പാനും എൻ്റെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾക്കും ദൈവം സഹായിച്ചു. ഞങ്ങൾ CSI സഭയിലെ അംഗങ്ങളാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ പറയും, പരിശുദ്ധാത്മാവ് അതാ വരുന്നു, തുള്ളുന്നവർ വരുന്നു, ചാടുന്നവർ വരുന്നു, കൈയടിക്കുന്നവർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ഇന്നത്തേതിലാണ് മനസ്സിലായത് പരിശുദ്ധാത്മാവ് എന്താണ്. പരിശുദ്ധാത്മാവ് ശക്തിയാണെന്ന് നമുക്ക് തോന്നിയാലും അതൊരു ആളത്വമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ ദൈവം നമ്മിൽ വന്ന് വസിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ വ്യത്യാസം. പ്രാർത്ഥിപ്പാൻ, ബൈബിൾ വായിക്കാനൊക്കെ ഒരു വലിയ ദാഹം. മാത്രമല്ല നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പോകുന്ന സഭ അത്രയ്ക്ക് അറിവുള്ളൂ. അന്ന് അത്രയും ബുദ്ധിയും കഴിവൊന്നും ഇല്ല, കൊച്ചുകുട്ടികളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ഈ രക്ഷിക്കപ്പെട്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഈ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിതാവും മാതാവും സ്കൂളുകളിലേക്ക് പോയി. ഞങ്ങൾക്ക് അന്ന് അവധിയായിരുന്നു. ഞങ്ങൾ 3 സഹോദരങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സഭയിലുള്ള വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ഈ ദൈവത്തിലുള്ള സന്തോഷം അനുഭവിക്കണം, ദൈവത്തിൻ്റെ സമാധാനം പ്രാപിക്കണം. കാരണം ഞങ്ങൾ വളരെ പ്രയാസങ്ങളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയവരാണ്. എൻ്റെ 3-4 സഹോദരങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാനിടയായി. ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ ഒക്കെ ഇങ്ങനെ കടന്നുപോയ വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സമാധാനം. അതെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവാകുന്ന ആശ്വാസപ്രദൻ. അവൻ നമ്മെ ആശ്വസിപ്പിക്കും. അവനെന്നാണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. അതൊരു ആളത്വമാണ്, ഒരു വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്ന് ആശ്വസിപ്പിക്കുന്നു, വേദനകളിൽ സമാധാനം തരുന്നു, കഷ്ടപ്പാടുകളിൽ കർത്താവ് കരം പിടിച്ച് നടത്തുന്ന അനുഭവം. ഇത് ഞങ്ങളുടെ സഭയിലുള്ള ആളുകൾ അനുഭവിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഓരോരുത്തരായി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നാവുകൾ ചലിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിപ്പാനിടയായി. അവിടെ ദൈവദാസന്മാർ, അച്ഛന്മാരാരും ഇല്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും. പക്ഷേ എങ്കിലും ഞങ്ങളുടെ നാവുകൾ പലതരത്തിലുള്ള ഭാഷകളാൽ നിറഞ്ഞു. എൻ്റെ ചേച്ചി അത് പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ നിറഞ്ഞിട്ട് താന് ഏതോ ഒരു ഭാഷ പറഞ്ഞിട്ട് ഫ്രഞ്ച് ഭാഷ അത് കഴിഞ്ഞ് പറഞ്ഞു. എന്നിട്ട് അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ഭയം തോന്നി, കർത്താവ് ഇതെന്താണ്? കാരണം ഞങ്ങൾ വല്ലാതെ ചലിക്കുന്നുണ്ട്. കൈയടിച്ച് പാടുകയും ഇരുന്ന് ആത്മാവിലേക്ക് ഞങ്ങൾ തുള്ളുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ ഞങ്ങൾ കരയുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷവുമുണ്ട്. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, നിയന്ത്രിച്ചു കൊള്ളണമേ, ഞങ്ങളെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞു. അത് ഓരോരുത്തരും അന്യഭാഷയിൽ നിറയുവാനിടയായി. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം. ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ആവശ്യം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഭകളിൽ ആവശ്യം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഭകളെ നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ നീതി കാണും, ന്യായം കാണും, അവിടെ സത്യം കാണും, സകല സത്യത്തിനും വഴി നടത്തും. ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായിരിക്കും. സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നിറയുവാനായിട്ട് രാത്രികാലം നിങ്ങളോട് ഓരോരുത്തരും ഞാൻ ആഹ്വാനം പറയുകയാണ്. യൗവന മക്കൾ അഭിഷേകം പ്രാപിക്കണം. എൻ്റെ 2 കുഞ്ഞുങ്ങള്, ഒരു മകള്, ഇന്നലെ പ്രാർത്ഥിച്ച മകള് 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് 21 ദിവസം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ, ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ അവൾ ഒരു ആലയത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൾ ആത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. 2ാമത്തെ മകള് ഞങ്ങളുടെ ഭവനത്തിൽ 21 ദിവസം ഉപവാസം പ്രാർത്ഥന നടത്തുമ്പോൾ 9ാം സ്റ്റാൻഡേർഡിൽ അവസാന പരീക്ഷ, CBSE സ്റ്റുഡൻ്റാണ്. ആ പരീക്ഷ കഴിഞ്ഞ് ഓടി വന്ന് ആരാധനയിലിരിക്കും. 11 മണിയാകുമ്പോൾ 8 മണിക്ക് പോയിട്ട്
തോന്നി, ഇവരിപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമോ എന്നൊരു ചിന്ത എനിക്കുള്ളിൽ തോന്നി. അവൾ ചോദിച്ചു, അമ്മ എന്താ ചിരിക്കുന്നു? അവനല്ല, നീ അത് പറഞ്ഞത് കൊണ്ട് ചിരിച്ചതാണെന്ന്. ഹല്ലേലൂയ. അവൾ പരിശുദ്ധാത്മാവിനെ നിറയുവാനിടയായി. പ്രിയമുള്ളവരെ, ആ ഉപവാസ പ്രാർത്ഥനയെ അടുത്ത ദിവസങ്ങളിൽ അവൾ അന്യഭാഷയെ നിറയുവാനിടയായി. കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിന് അന്യവരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം എന്തെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. ഈ ലോകത്തിന് അനുരൂപരാകരുത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകും, മറ്റുള്ളവർക്ക് സമാധാനം നൽകും. ഹല്ലേലൂയ. യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അനേക ആത്മാക്കളുണ്ട്, എല്ലാം പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടവരല്ല. അത് വ്യക്തമായിട്ട് അറിയണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തികൾ സ്നേഹമുള്ളവരായിരിക്കും. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു ജനനം ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും ജനിക്കുമ്പോൾ നാം ലോകത്തെ ജയിക്കുന്നു. ലോകം, ജഡം, പിശാച് ഇവയെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിൽ നിന്നും ഒരു ജനനം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദനെ. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, എൻ്റെ യൗവനക്കാര് ദർശനങ്ങളെ കാണും. നാം ടിവിക്കും സീരിയലിനും അടിമകളായി തീരരുത്. മൊബൈൽ ഫോണുകളെ, മക്കളെ നിങ്ങൾ മാറ്റിവെക്കുക. മൊബൈൽ ഫോണുകളെ മാറ്റിവെക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണുകളെ അപ്പനും അമ്മയും കാണത്തക്ക രീതിയിൽ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ വിശുദ്ധമായിരിക്കട്ടെ. മെസ്സേജുകൾ അയക്കുന്നത് നൃത്തം ചെയ്യുക. കർത്താവിന് മെസ്സേജ് അയക്കുക. നമ്മുടെ ജീവിതം നശിച്ചു പോകത്തില്ല. നമ്മെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ ലോകത്താർക്കും നമ്മെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം. ജീവന്റെ വഴി, നാശത്തിലേക്കുള്ള വഴി. രണ്ട് വഴിയുണ്ട്. നരകത്തിലേക്കുള്ള വഴി, നിത്യനാശത്തിലേക്കുള്ള വഴി. ഒന്ന്. രണ്ട്, ജീവങ്കലേക്കുള്ള വഴി, നിത്യ രാജ്യത്തിലേക്കുള്ള വഴി. ഹല്ലേലൂയ. നിത്യ സന്തോഷത്തിലേക്കുള്ള വഴി. സ്വർഗവും നരകവും നാമാണ് തിരഞ്ഞെടുക്കേണ്ടത്. യൗവന മക്കളെ, നിങ്ങൾ ഈ ലോകമോഹങ്ങളെ വഴി പോകരുത്. നിങ്ങൾ മെസ്സേജുകൾ അയക്കുന്നതൊക്കെ നൃത്തം ചെയ്യുക. അപ്പനും അമ്മയും അറിയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ. ഹല്ലേലൂയ. പ്രേമ കുടുക്കുകളിൽ എൻ്റെ മക്കളെ നിങ്ങൾ വീണു പോകരുത്. ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ലോകം ഭക്ഷണത്വം കൊണ്ട് പെരുകിയിരിക്കുന്നു. നമുക്ക് പ്രേമിക്കാനൊക്കെ തോന്നും. എൻ്റെ യൗവനകാലത്തിൽ എനിക്കൊരു പ്രേമലേഖനം കിട്ടി. ഹല്ലേലൂയ. ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാനിന്ന് പറയുകയാണ്. ഒരു യുവാവ് ഒരു പ്രേമലേഖനം എഴുതി കൊണ്ടുതന്നു. ഞാൻ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുമ്പോൾ. ഹല്ലേലൂയ. ഈ പ്രേമലേഖനം വായിച്ചു, അറിഞ്ഞില്ല എന്താണെന്ന്. വായിച്ചിട്ട് ഒരു മറുപടി എഴുതി കൊടുത്തു. എഴുതിക്കൂടാമെന്ന് അറിഞ്ഞൂടെ, എന്നാൽ എഴുതി കൊടുത്തു. വേറൊരു വ്യക്തിയുടെ കയ്യിൽ എഴുതി കൊടുത്തു. ഞാൻ വേറൊരാളെ പ്രേമിക്കുകയാണ്, എൻ്റെ അമ്മാവൻ്റെ മകനെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അവിടെ വെച്ച് ആ പ്രേമം അവസാനിച്ചു. ഒറ്റ ദിവസത്തെ പ്രേമം. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ അമ്മാവൻ്റെ മകൻ അന്ന് തൊട്ടിലിൽ കിടക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം എനിക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്നു. നമുക്ക് മോഹങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ മാതാപിതാക്കളോട് തുറന്നു പറയുക. നമുക്ക് തക്ക സമയത്ത് വഴിയും വാതിലും തുറക്കുന്ന ദൈവമുണ്ട്. നമ്മെ സഹായിക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഉണ്ട്. അപ്പനും അമ്മയും കൈവിട്ടാൽ, ഇപ്പോൾ പെറ്റമ്മയൊക്കെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം. പക്ഷേ നമ്മെ തള്ളിക്കളയാത്ത ഒരു കർത്താവുണ്ട്. അവനെ മുറുകെ പിടിക്കുക. അവൻ്റെ മാറിലേക്ക് ചാരുക. അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ആ വഴിയും വാതിലുമാകുന്ന ഈ വഴികാട്ടിയാകുന്ന ഈ തിരുവചനത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധ വയ്ക്കണം. യൗവനക്കാർ ദർശനങ്ങളെ കാണും. അതെ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. പ്രായമായ അപ്പനും അമ്മയും ഭാരപ്പെടേണ്ട. നമ്മളെ മക്കൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞല്ല നമ്മെ ലോകത്ത് ദൈവമാക്കിയത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഹല്ലേലൂയ. നരയ്ക്കോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രിയപ്പെട്ടവരിൽ ആശ്രയിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ബാക്കിയെല്ലാം ദൈവം ക്രമീകരിക്കും. ഹല്ലേലൂയ. അത് പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും വചനം വായിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ കേട്ട വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട് നടക്കുക. സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുക. എൻ്റെ ഗ്രാൻഡ് മദർ, പിതാവിൻ്റെ അമ്മ റിട്ടയർഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. നെല്ലിക്കാപ്പുഴി സഭയിലെ സ്ത്രീയായിരുന്നു അമ്മച്ചി. പിന്നെ തിരുവനന്തപുരത്താണ് താമസിച്ചത്. അവർ 93 വയസ്സ് വരെ വലിയ ബൈബിൾ എടുത്തു വെച്ച് വായിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ലഭിക്കുന്ന പെൻഷൻ മുഴുവൻ വരുന്ന ദൈവവേലക്കാർക്കും പാവങ്ങൾക്കും 3
മക്കൾക്ക്, അതിൽ മൂത്ത മകനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കും. ഞങ്ങൾക്ക് കൂടുതൽ പെൺമക്കളാണ്, എല്ലാം കൊടുക്കും. അമ്മച്ചിയുടെ ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. അവർ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ഈ വള്ളക്കാട് വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. ജീവിതം മുഴുവൻ കഷ്ടതയിലായിരുന്നു. അവരുടെ ജീവിതം ദുഃഖങ്ങളാൽ നിറയപ്പെട്ടതായിരുന്നു. പക്ഷേ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുന്നേറി. ആ അപ്പൂപ്പൻ നെല്ലിക്കാപ്പള്ളി കാഞ്ഞിരംകുളം ദേശം തൊട്ട് തിരുവനന്തപുരം വരെ നടന്ന് അതേ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുമായിരുന്നു. ഒരു ഹെഡ്മാസ്റ്ററായിരുന്നു, ബിഷപ്പായിരുന്ന അലക്സായിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ അപ്പൂപ്പനെ വിളിക്കും. ഇവിടെ വരെ വന്ന് ചില പള്ളികളിൽ പോയി നീ പോയി പ്രസംഗിച്ച് മാനസാന്തരത്തിൻ്റെ പ്രസംഗങ്ങൾ. അപ്പൂപ്പൻ്റെ പ്രസംഗത്തിൻ്റെ പിന്നെ ആ പേപ്പറുകൾ എൻ്റെ കരങ്ങളിലുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനമുള്ള സഹനാച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പ്രമീളെ അപ്പൂപ്പാടെ പിന്നെ തമസിമുത്ത് സാറിൻ്റെ പ്രസംഗക്കുറിപ്പുകൾ ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഉണ്ടോ, എനിക്ക് കുറച്ച് തരുമോ, പിന്നെ വീട്ടിലുണ്ടോ എന്നൊന്ന് നോക്കുമോ എന്ന് എന്നോട് ചോദിക്കാനിടയായി. സഭയെ, ജനത്തെയും ദൈവത്തെയും സ്നേഹിച്ച ഒരു അഭിഷിക്തനായിരുന്നു തമസിമുത്ത് സാറെന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. ഒരുപക്ഷെ എൻ്റെ അപ്പൂപ്പൻ്റെ പ്രാർത്ഥനയായിരിക്കാം എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ബൈബിൾ എടുത്തുകൊണ്ട് തേടാപ്പാറ നടക്കുന്ന സ്വഭാവം അത് ഏതോ പാവങ്ങൾക്കുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ നല്ല രീതിയിൽ ഭക്തിയോടെ വളർത്തി. ഈ തിരുവചനവും എടുത്ത് സാക്ഷ്യം പറഞ്ഞും പ്രസംഗിച്ചും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു ദൈവഭക്തനോടൊപ്പം, പാവപ്പെട്ട മനുഷ്യനോടൊപ്പം കുടുംബജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. BSc 3ാമത്തെ റാങ്ക് ഉണ്ടായിരുന്ന എനിക്ക് വാട്ടർ അതോറിറ്റിയിൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോടും സൂപ്രണ്ടിങ് എഞ്ചിനീയർമാരോടും കൂടെ തിരുവനന്തപുരം സിറ്റിയിൽ അവരുടെ ജീപ്പിലൂടെ, അവരുടെ വാഹനത്തിലൂടെ ഒക്കെ കറങ്ങി നടന്നു. ഓഫീസിൻ്റെ പല ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ഏതോ ടോപ്പിലെത്തുമെന്ന്. പക്ഷെ ദൈവം എന്നെ തകർത്തു. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കർത്താവിനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട മനുഷ്യനോടൊപ്പം കർത്താവിന് വേണ്ടി അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാനായി, അനേകരെ ആശ്വസിപ്പിക്കുവാനായി, അനേകരെ സ്നേഹിക്കുവാനായി, അനേകരെ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരും കുരുങ്ങാത്തവരുമാക്കി നിർത്തുവാൻ ദൈവം എന്നെ അദ്ദേഹത്തോടൊപ്പം ചേർത്തു. ആദ്യമൊന്നും അത് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ചില വർഷങ്ങൾ എടുത്തു. ദൈവം എന്നെ ഈ കർത്താവിൻ്റെ ദാസനോടൊപ്പം യോജിപ്പിച്ചത് പൊന്നുനാമ മഹത്വത്തിനാണ്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് വേണ്ടി എന്നെ ദൈവം ഈ ലോകത്ത് ആക്കിയിരിക്കുന്നു. ഈ ലോകത്തിലെ നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നും പ്രാപിപ്പാനല്ല, ദൈവത്തിനായിട്ട്. പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ പൗലോസ് പ്രാഗൽഭ്യത്തോടെ പറയുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ചപ്പും ചവറുമെന്നു, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ഛേദമെന്നു എന്ന് പൗലോസ് പ്രാഗൽഭ്യത്തോടെ പറയുന്നു. പൗലോസ് ആരായിരുന്നു എന്നറിയാമോ പ്രിയമുള്ളവരെ? അവനൊരു ശൗലായിരുന്നു. അദ്ദേഹം ശൗലായിരിക്കുമ്പോൾ ധനാഢ്യനായിരുന്നു, അതെ ദൈവഭക്തനായിരുന്നു, ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വിശ്വസിച്ചിരുന്ന മനുഷ്യൻ, അതെ റോമൻ പൗരത്വമുള്ള മനുഷ്യൻ, റോമൻ പൗരത്വത്തിന്റെ എല്ലാ മുദ്രകളും എല്ലാ പവറും ഉണ്ടായിരുന്ന മനുഷ്യൻ, വലിയ വിദ്യാസമ്പന്നൻ, കുലമഹിമയുള്ളവൻ, എല്ലാം ഉള്ള ഒരു മിടുമിടുക്കനുള്ള ആയ ഒരു ചെറുപ്പക്കാരൻ. താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് മുടിച്ചു കൊന്ന് നശിപ്പിക്കുവാനായി ഓരോ സെക്കൻഡ് തീരുമാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം താൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, അതെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാനായി. തനിക്കതിനുള്ള പവറുണ്ട്, തനിക്കതിനുള്ള അധികാരമുണ്ട്, ശക്തിയുണ്ട്. ഈ അധികാരത്തോടെ താൻ യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ശക്തി, ഒരു വെളിച്ചം ഈ ശൗലെന്ന മിടുമിടുക്കനായ മനുഷ്യന്റെ മേൽ ആഞ്ഞടിപ്പിച്ചു. ഹല്ലേലൂയ. താൻ കുതിരപ്പുറത്താണ് വരുന്നത്. താൻ കുതിരപ്പുറത്ത് വരുമ്പോൾ താൻ കുതിരപ്പുറത്തുനിന്നും താഴേക്ക് വീഴുവാനിടയായി. യേശു കർത്താവിന്റെ ഒരു ശക്തി, ഒരു വെളിച്ചം തന്റെ മേൽ അടിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ഈ രാത്രികാലം യേശു കർത്താവിന്റെ ഒരു വെളിച്ചം ഈ സഭയിലേക്ക് ആഞ്ഞടിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആഞ്ഞടിക്കുമ്പോൾ നാം താഴേക്ക് വീഴുമോ? നാം അതപ്പതിക്കുമോ? ക്രിസ്തുവിനോടൊപ്പം നാം ആയിത്തീരുമോ? ഹല്ലേലൂയ. നമ്മുടെ പാപസ്വഭാവങ്ങളെ ഒഴുക്കിക്കളയാം, നമ്മുടെ ജീവിതത്തിന്റെ വേണ്ടാതനങ്ങളെ ഒഴുക്കിക്കളയാം. തിരുവചനത്തിന് ഇഷ്ടമില്ലാത്ത, തിരുവചനത്തിനില്ലാത്ത, അതായത് ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാ ജീവിതത്തിന്റെ പ്രവൃത്തികളെയും ദൈവഹിതത്തിനായി സമർപ്പിച്ച് മാറ്റിമറിക്കാം. ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ
ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ശൗല് അവിടെ കിടന്നുകൊണ്ട് ക്രിസ്തുവിനോട് ചോദിക്കാണ്, കർത്താവേ നീ ആര്? ഇപ്പോൾ ശൗലിന് നന്നായി അറിയാമായിരുന്നു യേശു കർത്താവിനെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയണം, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന്. അതേ ശൗൽ പറയാണ്. ശൗലിനെ കർത്താവ് പൗലോസാക്കി. ആമേൻ. ഈ പൗലോസാണ് എഫേസ്യർക്കെതിരെ ലേഖനം, ഫിലിപ്പിയർക്കെതിരെ ലേഖനം, എല്ലാ ലേഖനങ്ങൾ എഴുതുവാനിടയായി. താൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ പറയണം, ക്രിസ്തു നിമിത്തം ഞാൻ സകലവും, തൻ്റെ എല്ലാം, ആരോഗ്യം, തൻ്റെ പാണ്ഡിത്യം, തൻ്റെ ധനം, തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കണം. ക്രിസ്തു നിമിത്തം ഞാൻ സകലം ഛേദമെന്നെണ്ണുവെന്ന് പറയുന്നു. ഹല്ലേലൂയ. പൗലോസിനെ കൊല്ലുവാനായിട്ട് ജയിലിലിട്ടിരിക്കുകയാണ്. അടുത്ത് കിടക്കുന്ന ആളിനെ വാൾ കൊണ്ട് വെട്ടുന്ന ആ ശബ്ദം, വാള് തേക്കുന്ന ശബ്ദം, വാള് കൊണ്ട് വെട്ടുന്നത് കാഴ്ചകളൊക്കെ കണ്ട് തനിക്കുടനെ മരണം സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നു. വാളിൻ്റെ ഉരയ്ക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച കൊണ്ടുന്ന ശബ്ദം കേട്ടു താൻ പതറാതെ നിന്നു. ക്രിസ്തുവിന് വേണ്ടി താൻ വാളാൽ അറക്കപ്പെടുവാനിടയായി. ഈ പൗലോസ് ക്രിസ്തുവിന് വേണ്ടി നിന്നു. ജനത്തെ ക്രിസ്തു മുമ്പിലേക്ക് നയിച്ചു. അനേകരെ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരെ കുലുങ്ങാത്തവരുമാക്കി നിർത്തി. ഈ പൗലോസിന്റെ അവസാനം വാൾ കൊണ്ട് കൊല്ലപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നാം അനേകം ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. ഈ വഴി വളരെ ഇടുക്കം, ഈ വഴി വളരെ ഞെരുക്കം. ആറത് കടന്നീരും, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം ആയതല്ലോ മോക്ഷവഴി. ഈ കർത്താവിൻ്റെ വഴി ഇടുക്കമുള്ളതാണ്. ഈ കർത്താവിൻ്റെ വഴി ഞെരുക്കമുള്ളതാണ്. ആരതിൽ കൂടി കടക്കും. ഹല്ലേലൂയ. സഹായികൾ ചുരുക്കമാണ്, അതെ, കൂട്ടുകാർ ചുരുക്കമാണ്. അതാണ് മോക്ഷവഴി. ഹല്ലേലൂയ. ഈ വഴിയിലൂടെ നടന്ന് കർത്താവിൻ്റെ പാതയിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് ഈ രാത്രികാലം ആഹ്വാനം ചെയ്യണം. താഴെ ആകാശത്തിൽ അത്ഭുതം, മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായി ചന്ദ്രൻ വ്യക്തമായി തീരും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരും രക്ഷിക്കപ്പെടും. സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ പിന്നെ പലതരത്തിലുള്ള വികാസങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നാം പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ഭയത്തോടും പറയലോടുകൂടെ നാം ദൈവത്തെ സ്തുതിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ, മത്തായി 24:12, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്പോൾ അധർമ്മം പെരുകിയിരിക്കുകയാണ്. സ്നേഹമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്നും ജനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് രക്ഷയുടെ സന്തോഷത്താൽ നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരെയും ദൈവസന്നിധിയിൽ കൊണ്ടുപോകാൻ നാം ഒരുക്കിക്കൊണ്ട്, അനേകരെ ഒരുക്കി നാമും ഒരുങ്ങി ദൈവകൃപയിൽ ആനന്ദിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രികാലം കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് വിറയ്ക്കാം, ഒന്നുകൂടെ മുട്ടുകുത്താം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി